ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ ഒരു 3 ദിവസത്തെ നോമ്പ് തുറക്കൽ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ലോഗാണ്. കാക്കാൻ്റെ വീട്ടിലും അതുപോലെ പൂച്ചിൻ്റെ വീട്ടിലും പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ആയിട്ടുള്ള അങ്ങനെ കൊണ്ടുവരുത്തതാ മൊത്തം വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. ഞാൻ തെന്നലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോമ്പ് തുറക്കലൊക്കെ ആയിട്ട് കൊണ്ടൂർക്ക് പോയതായിരുന്നു. കൂട്ടത്തിൽ ഇതാ സിക്കു പിന്നെ തിരിച്ച് UAE പോകുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഫസ്റ്റത്തെ നോമ്പ് തുറക്കൽ ഇതാ കാക്കാൻ്റെ വീട്ടിലായിരുന്നു. രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് കേട്ടോ. പിന്നെ മൂന്നാമത്തെ നോമ്പിൻ്റെ അന്നായിരുന്നു പൂച്ചിൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളത്. നാലാമത്തെ നോമ്പിൻ്റെ അന്ന് പിന്നെ നമ്മളെ വീട്ടിലും ആയിരുന്നു, തറവാട്ടിലായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാനും കുട്ടികളിതാ വൈകുന്നേരം നേരെ കാക്കാൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഉമ്മ പൂച്ചി അതുപോലെ ഉപ്പ അവരെല്ലാവരും എത്തിക്കണം കേട്ടോ. പിന്നെ ഏകദേശം ആ നോമ്പ് തുറക്കാനുള്ള ടൈമായി തുടങ്ങി. അങ്ങനെ പിന്നെ ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നതായിരുന്നു. ഈത്തപ്പഴം, ജ്യൂസ്, അതുപോലെ പൊരി ഐറ്റംസുകളും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ടേബിളിലൊക്കെ കൊണ്ടുപോയി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരുന്നു. ഏകദേശം ഇതാ വാങ്ങ് കൊടുക്കാനുള്ള ടൈമായി തുടങ്ങി കേട്ടോ. നല്ലൊരു വ്യൂ ഇതാ വാങ്ങ് കൊടുക്കുന്ന മുന്നോടിയായിട്ടുള്ള പാടത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. പിന്നെ ടേബിളിൽ കുട്ടികൾക്കും നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതാ കുട്ടികളെല്ലാവരും പിന്നെ താഴെ ഇരുത്തി സെറ്റാക്കിക്കണം. ഓർക്കുള്ള ഐറ്റംസുകളും എല്ലാം താഴെ വെച്ച് കൊടുത്തിട്ട് ഓരങ്ങനെ താഴെ ഇരുത്തി പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ ടേബിളിൽ ഇരിക്കുന്നതാണ് കേട്ടോ. പപ്പയം പിടിച്ച് അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് ഇതാ മെയിൻ ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ബിരിയാണി ആയിരുന്നു. ബിരിയാണി അതുപോലെ പൊറാട്ടക്കാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. കുട്ടികൾ പിന്നെ ഇതാ പതിവ് പോലെ തായിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. നമ്മളിതാ ടേബിളിലൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഇതാ പോകുന്നതാണ്. കാക്കാൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്നതാണ്. പൂച്ചി പിന്നെ നേരത്തെ പൂച്ചിൻ്റെ വീട്ടിലേക്കും പോകുന്നതാണ്. പിന്നെ മോൾസിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് ചുട്ടുമണീനെ കിട്ടിയിന് കേട്ടോ. ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടി ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ കളിപ്പിക്കലും ഇതന്നെയാണ് കേട്ടോ. അപ്പോൾ ഓളെ പണിയെന്ന് വെച്ചാൽ പിന്നെ നമ്മളിതാ പിറ്റേ ദിവസം നേരത്തെ ഇനിയിപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കൽ പൂച്ചിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉപ്പ പൂച്ച കൊണ്ടുവരാൻ വന്നിരുന്നു നമ്മളെ. വൈകുന്നേരം ആയപ്പോൾ പിന്നെ എല്ലാവരും പൂച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ബാക്കി രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ബ്ലോഗ് എടുത്തിട്ടില്ലായിരുന്നു. നോമ്പ് തുറക്കലാകുമ്പോൾ നോമ്പ് തുറക്കലിൻ്റെ വിശേഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ബ്ലോഗിൽ. അങ്ങനെ വൈകുന്നേരം നമ്മൾ പൂച്ചിൻ്റെ വീട്ടിലെത്തി. എല്ലാവരും ഉണ്ടായിരുന്നു, കുഞ്ഞോളും കുട്ടികളും അതുപോലെ പിന്നെ നമ്മളും എല്ലാവരും എത്തിക്കണം.
എങ്ങനെ പൊന്തിച്ച ആർക്ക് പൊന്തിക്കാൻ കഴിയില്ല. പൂച്ച വന്ന് ഫ്രീ ആയിട്ട് വിട്ടാണ്. ഫ്രീ പൂച്ച പിന്നെ സോയനാണെങ്കിലും ഇതാ നോക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര കുറുമ്പാണ്. ഒന്ന് കണ്ണ് തെറ്റാൻ മതിട്ടോ അപ്പോൾ ഇതിന് സ്റ്റെപ്പ് കയറി പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ നേരത്തെ തന്നെ 2 തവണ ആയിപ്പോൾ അതിൻ്റെ മേലെ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നോളാം. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകലാണ് ഇങ്ങനെ കയറുന്നത് നോക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ പണിയിലാവുമല്ലോ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിലൊക്കെ. അങ്ങനെയായിട്ട് പിന്നെ ഓളപ്പം ഇതിൽ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ചെയറൊക്കെ വെച്ചിട്ട് മറച്ച് വെക്കലാണ് ഓൾ കയറാതിരിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ആളെ ഞാൻ പിടിച്ചുവിടുന്നാണ്ട് നേരെ നമ്മൾ എല്ലാവരും കൂടെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുന്ന് ഇരുത്തിക്കണം. പിന്നെ അവിടെ ഡോറ് അടിച്ചതുകൊണ്ട് ഓൾ പെട്ടെന്നാണ്ട് കയറി പോകില്ലേനു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളതേ ലെവലുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മൾ കസിൻസൊക്കെ. അപ്പോൾ എല്ലാവരും കൂടി അതിന് ഇരുന്ന് കള്ളനും പോലീസൊക്കെ കളിക്കുന്നതാണ്. സിക്കു അതുപോലെ പിന്നെ നമ്മളെ തന്നലീത്ത കുറച്ച് അമ്മോൻ്റെ മക്കളും അവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് പിന്നെ പൂവി പൂച്ചി അതുപോലെ കുഞ്ഞോള് ഞാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ്ട് കളിക്കുന്നതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പൂച്ചിൻ്റെ നല്ല അടിപൊളി ബീഫൊക്കെ റെഡി ആയിക്കണ്. അവസാനിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കണേ. പിന്നെ എല്ലാതും സെർവ് ചെയ്യുന്നതായിരുന്നു. എല്ലാം പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് ടേബിളിലും ഇതിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നതായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കിടക്കാൻ നേരമൊക്കെ ആയപ്പോൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകുന്നതാണ്. അതുവരെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കട്ടോ. പക്ഷേ കിടക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ആവണം. കാരണം അത്താഴത്തിനൊക്കെ എണീക്കാനുള്ളതുകൊണ്ട് മെയിനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ആവുമ്പോഴാണല്ലോ ആ ഒരു സുഖം കിട്ടില്ലേ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ്. കുഞ്ഞോളെ വണ്ടിയിലായിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അടുത്ത നോമ്പ് തുറ നമ്മളെ വീട്ടിലായിരുന്നു. കാക്കാൻ്റെ വീട്ടിൽ അതേപോലെ പൂച്ചിൻ്റെ വീട്ടിലൊക്കെ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ഇവിടെ തറവാട്ടിലായിരുന്നു. അപ്പം എല്ലാവരും കൂടി വൈകുന്നേരം എത്തിക്കണ്. അങ്ങനെ പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ചെത്തലായിരുന്നു. പിന്നെ പൊറാട്ട അതുപോലെ പൊരി ഐറ്റംസുകൾ ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ചെത്തല് ജ്യൂസ് അടിക്കല് അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ വീട്ടിൽ. പിന്നെ ഇന്ന് സിക്കുത വൈകുന്നേരം UAE തിരിച്ച് പോകുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടി കൂടിയതാണ് കേട്ടോ. നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു. വേറെ പുറത്തുനിന്ന് വെച്ചിട്ടൊന്നും അങ്ങനെ ആരും ഇല്ലായിരുന്നു. നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. ഓനാണെങ്കിൽ സിക്കുവാണെങ്കിൽ നോമ്പ് തുറക്കാൻ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഓനത് നോമ്പ് തുറക്കൽ എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തുനിന്ന് അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. നമ്മളെ ഫാമിലീസ് പൂച്ചി അതുപോലെ കുഞ്ഞോള് കുട്ടികൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആയിട്ടുള്ളൊരു നോമ്പ് തുറക്കലായിരുന്നു. അങ്ങനെ ഓന് ഇറങ്ങാനുള്ളത് ടൈം ഏകദേശം ആയി. അപ്പോൾ ഇപ്പോൾ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടിക്കഥ കെട്ടിക്കൊടുക്കലായിരുന്നു. ചെറിയൊരു കാർട്ടൂൺ ബോക്സ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളായിരുന്നു. നോമ്പൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് സാധനങ്ങളൊന്നും കൊടുത്തയക്കുന്നില്ലായിരുന്നു. കുറച്ച് ലഡു ജിലേബി അങ്ങനത്തെ കുറച്ച് ബേക്കറി ഐറ്റംസുകൾ, പിന്നെ വന്ന് ബീഫ്, അതുപോലെ പിന്നെ നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള ചക്ക, വൈത്ത ചക്കയും അതുപോലെ പൊരിച്ച ചക്കൊക്കെ ആയിട്ട് അങ്ങനെ അതൊരു കുഞ്ഞു ബോക്സിലൊക്കെ ആക്കിയിരിക്കണം.
പിന്നെ ഇതൊന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഷോപ്പിംഗ് ആട്ടോ. പെട്ടെന്ന് തോന്നിയതായിരുന്നു കുഞ്ഞാണിക്കൊന്ന് സർപ്രൈസ് ആക്കാമെന്ന് വെച്ചിട്ട് ആൾക്ക് ഇത് എന്തെങ്കിലും ഡ്രസ്സായിട്ട് കൊടുത്തേക്കാമെന്ന് വെച്ചാണ് നേരിതാ തയ്യലങ്ങൾ ജെൻസ് ഷോപ്പിൽ പോയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നേനോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും കുഞ്ഞോളും പൂവിയും കൂടി പോയതായിരുന്നു. അങ്ങനെ ഇവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ടീഷർട്ട്, ഷർട്ട്, അതുപോലെ പാൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആക്കിയിട്ട് ഇതാ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ കിട്ടുന്നൊന്നും. അപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, അപ്പോൾ ആ ഒരു രസം. പിന്നെ സിക്കുതാ പോകുന്ന സങ്കടത്തിൽ ആകെ സെഡായിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിതാ പുറത്ത് നല്ല കളിയിലായിരുന്നു. അങ്ങനെ പിന്നെ ഓനിതൊരു 5:45 കായപ്പോഴാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മാമു എന്നിട്ടുള്ള എക്സ്പ്രഷൻ മാമു തിന്നട്ടാ, മാമു തിന്നല്ലേ. Rồi, bên nào? Bên đó. Đây. Được. പിന്നെ ഇതാ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. എല്ലാവരും ഇതാ നോമ്പ് തുറക്കലായിരുന്നു. എവിടേക്കാ പോണേ? ലായിലിക്ക ലായില ലായില ചൊല്ലു പാത്തുമ്മ. ലായില ഇല്ലല്ലാ. മാത്രമായില്ലേ. അങ്ങനെ നോമ്പ് തുറക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചെത്തുന്നതിലേക്ക് പോകുന്നതാണ് കേട്ടോ. കാരണം പിറ്റേ ദിവസം ഹൈമോൾക്ക് ബപ്പോസിനൊക്കെ എക്സാമാണ്. അവർ രണ്ടാളെ യൂണിഫോമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ബുക്സ് മാത്രം പഠിക്കാനുള്ളത് കൊടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രി തന്നെ പോകുന്നതാണ് കേട്ടോ. പിന്നെ മോൻ്റെ കൂടെയാണ് പോകുന്നത്, ഷമ്മുവിൻ്റെ കൂടെ. ഓനേതായാലും തന്നേൽക്ക് അങ്ങോട്ട് അവിടെ അടുത്ത് തന്നെയാണല്ലോ എൻ്റെ വീടിൻ്റെ. അപ്പോൾ ഓൻ്റെ കൂടെ തന്നെ പോകുന്ന